കൈ പിടിച്ച് ഓടിച്ചാട് എന്റെ പഴയ മന്ദാകിനെ പോലെ ഉണ്ടടാ. നീ ആരെ കുറിച്ച് പറയണത്? ആരെ കണ്ടാലും നിനക്ക് മന്ദാകിനിയാണ് എന്തിനാണ്? അങ്ങനല്ല, അത് തോന്നിപ്പോയിടോ. പഴയ അതെന്റെ മണ്ടുവാണ്, ഞാൻ കെട്ടാൻ പോണ പെണ്ണാണത്. എന്റെ മണ്ടോര് എന്റെ മന്ദാകിനി മാമല്ലടാ. മന്ദാകിനി ഞാൻ സംസാരിക്കണത് നോക്കി നീ ഇരിക്കണ്ട, അതുകൊണ്ടാണ് അവള് മുഖം തരാത്തത് കേട്ടാ. ആ, നീ വേറെ വല്ലയിടത്തും നോക്കിയിരുന്നു. ലുക്ക് കുറവൊന്നുമില്ലല്ലോ, സൂപ്പർ. സംസാരിച്ചിട്ട് വരാം. ഇപ്പൊ വിളിക്കേ അവിടെ ഇരുന്നോ. ഹലോ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് സാർ അല്ലേ? സാർ, വണ്ടി സർവീസിന് ടൈം ആയല്ലോ. ദേവു സർവീസ് സെന്റർ എന്നാണ്. അതെ സാർ, നാളത്തേക്ക് മതിയോ സാർ? നാളെ വരുമോ? ആ, നാളെ ഞാനുണ്ട്. ഓക്കെ സാർ, നാളത്തേക്കുള്ള സ്ലോട്ട് ഞാൻ ബുക്ക് ചെയ്തേക്കാം. ആ മണ്ടൂതിരി സാർ, മണ്ടൂന്ന് വിളിച്ചോളൂ. ഓക്കെ സാർ, ശരി ശരി ശരി. എല്ലാവരും ആ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. ആ ഓക്കെ, പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ. ആ ഓക്കെ. സന്തോഷത്തോടെ കിടികടനാഥം സാർ ഇപ്പൊ വരൂ കേട്ടോ. ആള് മാറിപ്പോയോ? ഇല്ല, അത് തന്നെയാണ്. എല്ലാവരുടെ ഇതാ കൃഷി എന്ന് തോന്നുന്നു. തെറ്റിദ്ധരിച്ചായിരിക്കും. നീ വിചാരിക്കുന്ന പറയുന്ന കാര്യങ്ങൾ ഇതൊരു ബിസിനസ് ട്രിക്കാണ്. നിന്റെ വണ്ടി ഇവരെ സർവീസ് സെന്ററിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ്. രണ്ടും കൂടെ വേറെ കാര്യമൊന്നും ലോക്കും കൊണ്ടിരുന്നു. Excuse me, പ്യാരിജാതൻ. വെൽക്കം ടു ദേവു സർവീസ് സെന്റർ. എന്തായിരുന്നു പറഞ്ഞേ? മണ്ടു എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ വണ്ടി നിങ്ങളുടെ മണ്ടൂതിരിയോ? സംസാരിച്ചിട്ട് അല്ല, വണ്ടി സർവീസ് ചെയ്യാനല്ല വന്നത്. സർവീസ് ചെയ്യണം. വണ്ടി എവിടെ ഇരിക്കുന്നേ? വണ്ടി താഴത്തെ റിസപ്ഷനിൽ. താഴെ വണ്ടി കാണിക്കൂ. അതെ, ഓ, വീട് എത്ര മണ്ടു ഇല്ലേ? എത്ര മണ്ടു ഇല്ലേ? മണ്ടു ഒരു മണ്ടു ഉള്ളൂ. നീ മണ്ടന എന്താ? എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ഒന്ന് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് വണ്ടി സർവീസ് ചെയ്യാനല്ല വന്നത്. സർവീസ് താഴെയാണ്, ഞാനാ സർവീസ് ചെയ്യുന്ന ആളാണ്. അല്ല, കുഴപ്പമില്ല. മണ്ടു അല്ലല്ലോ സർവീസ് ചെയ്യണം, ഞാനല്ലേ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. വരൂ, നമുക്ക് വണ്ടി കാണിച്ചു തരും. വരൂ. വേറെ ഒരുപാട്, കാരണം ഈ മാസം വന്ന് വളരെ നന്നായി. ഒരുപാട് ഓഫറുള്ള മാസമാണേ. വരൂ. അപ്പൊ വരൂ. ആരുടെ വീട് ചാവൂറില്ല. അതെ, വണ്ടി ഞാൻ ഓടിച്ച് ഭയങ്കര ശബ്ദമുണ്ടല്ലോ വണ്ടിക്ക്. ചെറുതൊന്നല്ല, നമ്മളൊക്കെ ഒരുപാട് വണ്ടി ഓടിക്കണല്ലേ ഡെയിലി. ഇത് ഭയങ്കര ശബ്ദമുണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2021. 4 കൊല്ലമേ ഉള്ളൂ. 4 കൊല്ലം വണ്ടി ആകെ പണി. നിങ്ങൾ സർവീസിന് എവിടെ കൊടുക്കല്? സർവീസ് ഞാൻ സുധീന്റെ അടുത്ത് നിന്ന് ഓന്റെ അടുത്തേ കൊടുക്കൂ. ഓൻ എന്തൊക്കെ ശരിയാക്കിട്ട് അപ്പം വിടല്ലേ, വേറെ ഏടി പോരാ. സുഹൃത്തന്റെ സ്തുതി എന്ന് പറഞ്ഞിട്ട് അതാണ് കുഴപ്പം. നിങ്ങൾ കമ്പനിയിൽ തരേണ്ട വണ്ടി, കമ്പനി സർവീസ് ചെയ്ത വണ്ടിക്ക് ഗ്യാരണ്ടിയാ. വണ്ടിക്ക് ഷോക്ക് അപ്സർ പോയിട്ടുണ്ട്. വണ്ടി ഓടിക്കാനൊരു സുഖമില്ല. ഈ വണ്ടിക്ക് ഓടിക്കാൻ സുഖമുള്ള വണ്ടി അറിയോ? നിങ്ങൾക്ക് ഓടിക്കുമ്പോ തോന്നിയില്ലേ? ഇത് ഓടിക്കുമ്പോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യണ്ടല്ലോ. ബാക്കിലിരിക്കാൻ എനിക്ക് ഒരു സുഖമില്ല അല്ലേ? കൊറേ ദൂരമൊക്കെ നമ്മ യാത്ര ചെയ്യൂലേ, അപ്പൊ ഈ നടുവിനൊരു. അതാണ് പറഞ്ഞത്. കാരണം 4 കൊല്ലം കൊണ്ടൊന്നും വണ്ടി ഇങ്ങനെ ആവാൻ പാടില്ല. നിങ്ങള് ശരിക്കും സർവീസിന്റെ കാര്യത്തിൽ അങ്ങേക്ക് പെട്ടു. കാരണം ഇപ്പൊ എന്താ അറിയോ, കുറച്ച് സാധനങ്ങൾ നമ്മൾ അർജന്റായിട്ട് റീപ്ലേസ് ചെയ്യണം. എന്നാൽ തന്നെ സാധനം നന്നാവുള്ളൂ. അപ്പൊ ഒരു 3 ദിവസത്തെ പണി ഉണ്ടാവും. അയ്യോ, 3 ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. 3 ദിവസം എടുക്കും. അയ്യോ, ഒരാഴ്ച കിട്ടണ്ടേ നമുക്ക്?
ഇല്ല അത് നോക്കണ്ട. ആ സാറേ ഇത് വിലക്കെടുക്കലുണ്ടേടാ. വിലക്കെടുക്കലുണ്ടാ? എന്തിനാ? വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ മേടിച്ച് എവിടെയും പോകാലോ. സർവീസിന് നിൽക്കണ്ട. പുതിയ വണ്ടി എടുക്കാൻ പറഞ്ഞോ? അതില്ല, വട്ടാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി. അപ്പൊ എന്താ കണ്ടീഷൻ അറിയാം. 3 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ 10:30. 10 മണിയാകുമ്പോഴേക്കും വന്നോളി. അതിന്റെ തലേദിവസം ഒന്ന് വിളിച്ചോളി എന്തായാലും. ശരി ശരി. നിങ്ങളെ പേരെന്ന്? എന്റെ പേര് മൊയ്തു. കുപ്പായത്തിന്റെ കളറൊക്കെ വണ്ടിയുടെ കളറായിട്ടല്ലേ? വണ്ടി നമ്മളെ യൂണിഫോം അല്ലേ? അപ്പൊ ഞാൻ അത് അങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ച്. ശരി. നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ വന്ന് മേടിക്കുമ്പോ നീ ഇങ്ങോട്ട് കൂടെ വരണേ. ഏതായാലും പെട്ടുവാ. വിശക്കുന്ന എന്താ കഴിച്ചിട്ട് പോയാലോ? ഞാൻ ചായ കുടിക്കാൻ അവിടെ. ഇത് വേണോ? പതിനാറ് അവിടെ 16 ഇത് ഇന്നാരും ഇംഗ്ലണ്ട് തോന്നുന്നേറ്റാ. ലുക്ക് കാട്ടാ ഭയങ്കര തൊള്ള പറഞ്ഞ അഞ്ചിന്റെ പേര് വലിയ ബുദ്ധിമില്ല. ഇത് പ്രേമാറ്റുണ്ടോ? പ്രേമുണ്ടാ? അതും ഇല്ലേ? ആദ്യം ഞാൻ ക്ലച്ച് നോക്കണ്ടേ കാർബറേറ്റർ നോക്കണ്ടേ? എല്ലാം കൂടി ഒന്ന് നോക്കണ്ട നിങ്ങള്. അത് നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഇല്ല ഞാൻ ഈ പണി തീരുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കുവോ? ഇല്ല. ഇല്ലാലോ. എന്നാ പോയിട്ട് എന്താ തിന്നിട്ടല്ലോ ജല്ലി. വൈകുന്നേരത്ത് പണി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. കിടങ്ങാറാക്കല്ലേ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും. പോയി കഴിയാൻ വണ്ടി മാറ്റില്ല, വേറെ വണ്ടി കയറ്റല്ലേ. വൈകുന്നേരം വരാം. എന്താ ഈ ടൈറ്റൊക്കെ മാറിയാ? ടൈറ്റ് മാറിയതല്ല, വണ്ടിയെ അങ്ങോട്ട് ഓടിക്കാൻ പറ്റണില്ല. ആ പഴയ കംപ്ലൈന്റ് തന്നെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാട് മുമ്പോട്ട് പോകുമ്പോ മിസ്സിങ് വലിയല്ല. മോനെ ലേശം ഇങ്ങോട്ട് മാറിയിരുന്നു. ഒരു മനുഷ്യനല്ലേ ബാക്കിൽ നിൽക്കുന്നത്? അല്ല അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അതിന്റെ മുകളിൽ കുറച്ച് പണിയുണ്ട്, 10,000-2,000 രൂപ വേണ്ടിയിരുന്നുള്ളത്. ഞാൻ അതിന്റെ ഇടയ്ക്കേ ഒന്ന് സർവീസ് സെന്ററിൽ കൊടുത്തൊന്ന് സർവീസ് ചെയ്തായിരുന്നു മൊത്തത്തിലേ. സർവീസ് സെന്ററിൽ കൊടുത്തോ? അത് എന്തെന്ന പേരട്ടെ, ഞാനിവിടെ ഉള്ള നിങ്ങൾ നിന്നെ അങ്ങോട്ട് കൊടുത്ത്? ഇല്ല, ഞാനിവിടെ അല്ല ചെയ്യിക്കണ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും. മനുഷ്യനല്ലേ, ബലഹീനത വരുമല്ല. വിട്ടുപോയി ചെന്നൊന്നും പറയണ്ട. അവര് കൊറേ പൈസയും മേടിച്ച് ഈ സർവീസ് ചെയ്ത് തന്നാണ്. വീട് വരെ ഓടിച്ചെത്തി. പിന്നെ എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാണല്ല പഴയ പോലെ തന്നെ. അവര് ഈ നന്നാക്കുന്ന ബില്ല് ബില്ല് തന്നിട്ടുണ്ട്. ഞാനത് ഞാൻ നോക്കിയ ഇതില് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വണ്ടി ആ കൊടുത്ത പോലെ തന്നെ ഒന്ന് കഴുകിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അവിടെ നിന്ന് തള്ളിക്കൊണ്ടുവന്നാണ് വീട്ടിൽ നിന്ന്. ഇതിപ്പോ ഒരുപാട് സാധനം മാറിയിട്ടുണ്ട്. ഒരുപാട് സാധനം മാറ്റിയിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ടാക്കാം. അതെ കുറെ മാറിയിട്ടുണ്ടല്ലോ. ഇതിപ്പോ ഇത്രയും സാധനം മാറി ഇങ്ങനെ മിസ്സിംഗ് വേണ്ടി കംപ്ലൈന്റ് വരേണ്ട സാധ്യതയില്ല കേട്ടോ. എനിക്കറിയാൻ പാടില്ല, ഇത് ഓടിക്കാൻ പറ്റില്ല. നീ ഒന്ന് നോക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാ. ഞാൻ നോക്കാം, ഞാൻ നോക്കിട്ടേ നിങ്ങൾ വിളിക്കാം. ശരി. ഒന്നങ്ങോട്ട് നീങ്ങിയിട്ട് ആള് തട്ടി വീഴുവല്ല. കണ്ണ് കണ്ടുകൂടെ എനക്ക്? അതെന്താ അറിയാച്ചാ, ബാങ്കിൽ നിന്നേ ഒരു നോട്ടീസ് വന്നേ. എന്തിന്റെ നോട്ടീസ്? അല്ല ഞാന് ഒരാവശ്യത്തിന് വേണ്ടിട്ട് അവളുടെ വള ബാങ്കിൽ വെച്ചിരുന്നു. അപ്പൊ അത് ലേലത്തിന് വിളിക്കുകയാണ്. അപ്പൊ അത് പുതുക്കി വെക്കേ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യാൻ പറഞ്ഞ് നോട്ടീസ് വന്ന. അപ്പൊ ഒരു 10,000 ഉറുപ്പ്യം കൂടി കിട്ടിക്കഴിഞ്ഞാ കയ്യിലുള്ളതും കൂട്ടിയിട്ട് ആ വളം അങ്ങോട്ട് എടുക്കാം. എന്നാ പിന്നെ ആ ബാങ്കായിട്ടുള്ള ഇടപാട് അങ്ങോട്ട് തീർക്കാലോ. അപ്പോഴാണ് പ്യാരിയുടെ 10,000 ഉള്ളത്. ഞാൻ എന്നോട് അന്നേ പറഞ്ഞല്ലേ സുഗത, ആ 10,000 ഉറുപ്പ്യ വെച്ച് നീട്ടിയപ്പോ നീട്ട് കൊണ്ടുപോയില്ല. ആ കാശ് അപ്പ അങ്ങോട്ട് മേടിച്ചു കൊണ്ടെന്ന് വെച്ചപ്പോ ഈ വരവ് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ല അത് മേടിച്ചില്ല. ഞാൻ പറഞ്ഞ 5 പിന്നെ ഉള്ളപ്പോ തരട്ടെ. ഇപ്പൊ 10 കിട്ടി കഴിഞ്ഞാൽ ചോദിച്ചാ പണ്ടല്ലോ അവിടെ അത് വിളിക്ക് ചോദിച്ചാലേ. ഞാനത് 15 ഒന്നിച്ച് തന്നാ മതി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അച്ഛനൊന്ന് പറഞ്ഞ അത് മേടിച്ച്. എന്താ നീ കൊടുത്ത കാശല്ലേ? അല്ല അതെ, എന്നാലും പ്യാരിയെ ഒന്നിങ്ങടെ വന്നേ. എന്താച്ചാ? ഒന്നിങ്ങടെ വാടാ. എന്താച്ചാ? ഇങ്ങട് വായോ. ഇങ്ങട്
ആ ആളിയാ ഒന്ന് ഈ എന്താ അവിടെ ചെയ്ത് കിടന്നു